എല്ലാവർക്കും KPS കറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കാമേ. ടൊമാറ്റോ കെച്ചപ്പിൽ പഞ്ചസാര ചേർക്കാതെ നമുക്ക് എങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള കെച്ചപ്പ് തയ്യാറാക്കാൻ പറ്റുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു 2 കിലോ തക്കാളിക്ക് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് പഴുത്തത് വേണം, നല്ല ചുമപ്പ് കളറുള്ളത് വേണം. ജ്യൂസ് കുറഞ്ഞതും മാംസളമായിട്ടുള്ളതുമാണെങ്കിലാണ് നമുക്ക് കെച്ചപ്പ് കൂടുതൽ അളവിൽ കിട്ടുന്നത്. 2 കിലോ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതിൻ്റെ മണ്ടയ്ക്കലത്തെ ആ ഭാഗം മുറിച്ച് കളഞ്ഞിട്ട് നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു പാത്രത്തിൽ ഇട്ടിട്ടുണ്ട്. പിന്നീട് ഇത് വേവാനായിട്ട് വെക്കണം. വേവുന്നതിനായിട്ട് വെക്കുമ്പോൾ അതിനകത്ത് നമ്മൾ ഒരു 2 സ്പൂണ് കാശ്മീരി ചില്ലി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവ് കാണത്തില്ല, എന്നാൽ കെച്ചപ്പിന് നല്ല കളറും കിട്ടും. പിന്നീട് 3-4 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട. പിന്നീട് എടുത്തിരിക്കുന്നത് ഒരു ബീറ്റ്റൂട്ടാണ്. ബീറ്റ്റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളർ കൊടുക്കുന്ന ഒരു ഐറ്റമാണ്. അതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റ് വരത്തില്ല ഈ സോസിനകത്ത് ചേർത്ത് കഴിയുമ്പോൾ. എന്നാൽ ഈ കളറ് നന്നായിട്ട് പിടിച്ച് സോസ് നന്നായിട്ട് ചുമന്നിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞ് ഇതിലോട്ട് ചേർക്കാം. ബീറ്റ്റൂട്ട് അരിഞ്ഞ് ചേർത്തു. ഇനി ബാക്കിയുള്ള ഇതെല്ലാം കൂടെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് വേണ്ടത് കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്ര ഉപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ടേസ്റ്റ് അനുസരിച്ച് മുഴുവനും നമുക്ക് ചേർക്കണ്ട, ഇപ്പം ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് വേണമെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് നമുക്ക് തുറന്ന് വെച്ച് വേവിക്കാം. കുക്കറിനകത്താണെങ്കിലും പെട്ടെന്ന് പറ്റും, പക്ഷേ അതിലിങ്ങനെ തുറന്ന് വെച്ച് വേവിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് വരുന്നത്. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നേരത്തോളം ഇത് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാമേ. ഇനി ഒരു 5-6 മിനിറ്റ് നേരം നമുക്ക് തുറന്നു വെച്ച് ഫുൾ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഇനി നമുക്ക് ഒരു 4-5 മിനിറ്റ് കഴിഞ്ഞ് കാണാം. ഇപ്പോഴേകദേശം ഒരു 6-7 മിനിറ്റായി. തക്കാളിക്ക് ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ വെള്ളമെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് ഒരു 6-7 മിനിറ്റ് വേവിച്ചെടുക്കാം. അന്നേരം തക്കാളിക്ക് നന്നായിട്ട് വേകും. ഇനി നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ, സ്റ്റീൽ ചരുവമായതുകൊണ്ട് അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 7-8 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോഴേ ഏകദേശം ഒരു 7-8 മിനിറ്റായി. നമുക്കൊന്ന് തുറന്ന് നോക്കാമേ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. തക്കാളിക്ക് എല്ലാം വെന്തുടഞ്ഞു. വെള്ളം ആവശ്യത്തിനുണ്ട്. ചിലപ്പം നമ്മൾ തക്കാളിക്ക് ഇങ്ങനെ വേവാൻ വെച്ച് കഴിയുമ്പോൾ ശകലം വെള്ളം കുറവുണ്ടെന്ന് തോന്നുവാണെങ്കിൽ സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കും. ഇതിലിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. തക്കാളിക്ക് നന്നായിട്ട് വെന്തു. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തണുത്ത് വന്നു കഴിഞ്ഞിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ട് അരിച്ച് പൾപ്പെടുക്കണം നമുക്ക്. എന്നിട്ട് വേണം നമുക്ക് കെച്ചപ്പ് തയ്യാറാക്കാനായിട്ട്. തണുത്ത് വരട്ടെ. തണുത്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വേവിച്ച് വെച്ചിരിക്കുന്ന ഈ തക്കാളിക്കയുടെ ചൂടൊക്കെ ആറി നമുക്കിനി ഇത് കുറേശ്ശെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിച്ച് ഈ പാത്രത്തിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് അരച്ചുകൊണ്ട് വരണം. നന്നായിട്ട് അരച്ചുകൊണ്ട് വന്ന ഈ പൾപ്പ് നമുക്ക് അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് കഴിയുമ്പോൾ കുരുവും തൊലിയും എല്ലാം ഈ അരിപ്പയുടെ മേളിൽ കാണും. അടിയിൽ പൾപ്പ് മാത്രം വീഴും. ഇങ്ങനെതാ ബാക്കിയുള്ളതും കൂടെ അരിച്ച് തയ്യാറാക്കിക്കൊണ്ട് വരാമേ. നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും കുരുവും തൊലിയും എല്ലാം കൂടെ വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. തക്കാളിക്കായുടെ അംശം വല്ലതും ഉണ്ടെങ്കിൽ ഒരുപാട് ഒഴിക്കരുതേ. ഇത്
എല്ലാം നമുക്ക് അരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളിക്കായുടെ പൾപ്പ് മുഴുവനും നമുക്കിങ്ങനെ കിട്ടും, ഒട്ടും വേസ്റ്റ് ആവത്തില്ല. നമ്മുടെ പൾപ്പെല്ലാം അരിച്ചെടുത്തു. നല്ല കളറല്ലേ, ആ ബീട്രൂട്ടും കാശ്മീരി ചില്ലിപ്പൊടി ഇട്ടതുകൊണ്ട് നല്ല ചുമന്ന കളറുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ചുക്കുപൊടി. ഒരു 1/2 സ്പൂണ് ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ പഞ്ചസാരയ്ക്ക് പകരം ചേർക്കുന്നത് ശർക്കരയാണ്. ഇത്രയും ശർക്കര അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പഞ്ചസാരക്കാട്ടി ഏറ്റവും ഗുണമുള്ളത് ശർക്കര തന്നെയാണല്ലോ. പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ ഇത്ര അളവിൽ ചേർക്കരുത്, കുറച്ചേ ചേർക്കാവുള്ളൂ. കാരണം ശർക്കരയെക്കാട്ടി മധുരം പഞ്ചസാരയ്ക്കാണല്ലോ. പിന്നീട് വേണ്ടത് വിനാഗിരി. ഇത്രയും വിനാഗിരി നമുക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്കതിൻ്റെ ഉപ്പ്, പുളിയ്, എരിവ്, മധുരം എല്ലാം ഒന്ന് നോക്കാം. അഥവാ കുറവുള്ളത് എന്താണോ അത് കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാൻ. അത് കഴിഞ്ഞിട്ട് നമുക്കിത് കുറുക്കിയെടുക്കണം. എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടുപ്പത്തോട്ട് വെച്ച് ചാറൊക്കെ പറ്റിച്ച് കെച്ചപ്പിൻ്റെ പാകത്തിലെടുക്കാം. ശർക്കരയാകുമ്പോഴേ പഞ്ചസാരയുടെ അത്രയും ദോഷവും ഇല്ല, ടേസ്റ്റിനും കളറിനും ഒന്നും ഒരു മാറ്റം വരുത്തുമില്ല. ഇനി ഇതിൻ്റെ പുളി ഉപ്പും ഒക്കെ ഒന്ന് നോക്കട്ടെ. സ്വല്പം ഉപ്പ് കുറവുണ്ട്, നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് കുറുക്കിയെടുക്കാം. അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞപ്പോഴേ നല്ല ടേസ്റ്റ് വന്നിട്ടുണ്ട്. കെച്ചപ്പിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇത് നമുക്ക് ചാറ് വറ്റിച്ച് കുറുക്കിയെടുക്കാം. നന്നായിട്ട് തിളച്ച് വരട്ടെ. അതുകൊണ്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. കുറച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഒന്ന് സ്ലോ ആക്കാം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കെച്ചപ്പ് നന്നായിട്ട് തിളച്ചു. ഇതിൻ്റെ മണ്ടയ്ക്ക് കണ്ടില്ലേ വെളുത്ത പദം, അത് നമുക്കങ്ങ് കോരി മാറ്റാം. ഇത് കോരി മാറ്റിയില്ലെങ്കിൽ കെച്ചപ്പിൻ്റെ കളറും മാറും. സൂക്ഷിച്ച് വെച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ കേടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ പദം നമുക്കിന്ന് കോരി മാറ്റാം. ഇനി ഇത് തിളച്ച് വരട്ടെ. തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കെച്ചപ്പ് ഇതാ കുറുകി കഴിഞ്ഞു. ഇതിനകത്ത് വെള്ളമൊന്നും വരുന്നില്ല, നല്ല കുറുകി തന്നെ ഇരിക്കുക. കെച്ചപ്പ് പാകമായോ എന്ന് നോക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രിക്കുണ്ട്. തവിയുടെ പുറകുവശത്ത് ചൂടൊന്നാറിട്ട് കൈ പൊള്ളുന്നെങ്കിൽ നമ്മളിങ്ങനെ ആക്കി കഴിയുമ്പോൾ ഇവിടെ നിന്നുള്ള വെള്ളവും കൂടെ വന്ന് ഈ നികന്നിരിക്കുന്ന സ്ഥലം മൂടരുത്. അങ്ങനെ ഇപ്പം കണ്ടില്ലേ, തെളിഞ്ഞു തന്നെ ഇരിക്കുകയാണ്. നമ്മൾ തൂത്തിടാം. അങ്ങനെ ഇരിക്കുന്ന പാകമാകുമ്പോൾ നമ്മുടെ കെച്ചപ്പ് റെഡിയായെന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. തണുത്ത് കഴിഞ്ഞിട്ട് ഗ്ലാസിൻ്റെ ബോട്ടിലിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മാസം വരെ കേടാവാണ്ടിരിക്കും. നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾക്കും നമുക്കാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കെച്ചപ്പ് ഉപയോഗിക്കാൻ പറ്റും. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്തത് കൊണ്ട് ആരോഗ്യത്തിന് വലിയ കുഴപ്പമില്ല. വെളിയിൽ നിന്ന് മേടിച്ച് കഴിയുമ്പോൾ അതിലെ പ്രിസർവേറ്റീവും ഒക്കെ കാണും. ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഒരു മായവും ഇല്ലാത്തത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ ഒരു 3/4 മണിക്കൂർ ഉണ്ടെങ്കിൽ നമുക്ക് കെച്ചപ്പ് തയ്യാറാക്കാൻ പറ്റും. വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്ക ഒന്ന് വെന്ത് വരണം. തണുത്ത് കഴിഞ്ഞിട്ട്
അരിച്ചെടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. കുറുക്കിയെടുക്കാനൊന്നും അധികം നേരം പിടിക്കത്തില്ല. പറ്റുന്നത് പോലൊക്കെ എല്ലാവരും നമ്മുടെ വീട്ടിൽ തന്നെ കെച്ചപ്പ് ഉണ്ടാക്കാനും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനും ശ്രദ്ധിക്കണം. അവരുടെ ആരോഗ്യം നമ്മളിപ്പോഴേ കരുതിയെങ്കിലേ ഭാവിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള കുട്ടികളായിട്ട് വളരത്തുള്ളൂ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്നിട്ട് കമൻറ്റ് ബോക്സിൽ എഴുതണം. ഇതാ കണ്ടോ, നല്ല കളറ്. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ട് വേണമെന്ന് തോന്നുകയാണെങ്കിൽ വൈറ്റ് വിനീഗറിന് പകരം ആപ്പിൾ സിഡാർ വിനീഗറും ചേർക്കാൻ പറ്റും. പക്ഷെ അന്നേരം ടേസ്റ്റ് മാറും. ഇതാകുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കെച്ചപ്പിൻ്റെ അതേ സ്വാദാണ്. കളറ് കണ്ടോ, നല്ല കളറ് തന്നെ. നമ്മൾ ആ ബീറ്റ്റൂട്ട് അരച്ച് ചേർത്തതിൻ്റെയാണ്. കാശ്മീരി ചില്ലി പൗഡർ ഇട്ടതിൻ്റെയാണ്. അത് എരിവുമില്ല, എന്നാൽ ആവശ്യത്തിനുള്ള എരിവുമില്ല. നല്ല ടേസ്റ്റിയാണ്. കടയിൽ നിന്ന് മേടിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും.